കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും പ്യോർ ആയുർവേദയുടെ സ്ഥാനത്തിന്റെ തട്ട് ഉയർന്നു തന്നെ ഇരിക്കും അല്ലേ? പണ്ട് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിലെ ആസ്ഥാന വൈദ്യനായിരുന്ന ചിന്നക്കണ്ണ വൈദ്യരുടെ നേതൃത്വത്തിലാണ് പാലാഴി വിശ്വേക ആയുർവേദിക് ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും 1917. ദാറ്റ് ഇറ്റ് സെൽഫ് സേസ് എ ലോട്ട് ബിക്കോസ് ദ പ്ലേസ് ക്യാരീസ് ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, ഡിസിപ്ലിൻ ആൻഡ് ജനറേഷൻസ് ഓഫ് എക്സ്പീരിയൻസ്. എനിക്ക് പൊതുവെ ആയുർവേദം വളരെ ഇഷ്ടമാണ്. അതെൻ്റെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ്. ഒരു 3 മാസത്തിലൊരിക്കൽ പോവുക, ഫുൾ ബോഡി മസാജ് ചെയ്യുക, നസ്യം, ധാര, ഹെഡ് മസാജ്, ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പക്ഷേ പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാനൊരു സ്ഥലത്തെ പറ്റി ഒരു റിവ്യൂ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തെ പറ്റി എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണകൾ മുതൽ പൊടികൾ മുതൽ എല്ലാം തന്നെ അവരുടെ ചില രഹസ്യ കൂട്ടുകളിലാണ് ചെയ്തു വരുന്നത്, പുറത്ത് അവൈലബിൾ അല്ല. ഈ ഇയേഴ്സ് ഓഫ് ജനറേഷൻസ് പാസ് ഓൺ ചെയ്തു വന്ന ആ ഒരു നോളജ് ഇപ്പോഴത്തെ എക്സ്പേർട്ട് ഡോക്ടേഴ്സിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ ട്രഡീഷൻ ഒട്ടും ചോർന്നു പോകാതെയാണ് അത് നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു പ്രോഡക്ട്സിൻ്റെയൊക്കെ ആ ഒരു മൂല്യം നമുക്കത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ കേട്ടിട്ടില്ലേ റിയൽ ഹീലിംഗ് ടച്ചസ് യുവർ ഹാർട്ട് എന്ന്? അത് ഈ ഒരു സ്പേസിൽ എത്തുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും.